ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ ഗീ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറ്. അത് കുക്കറിൽ വേഗം എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ആരെങ്കിലും ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് വെക്കുക, അവർ പെട്ടെന്ന് വരുമ്പം പെട്ടെന്ന് വിളിച്ചിട്ട് വരുന്നവരില്ലേ, അപ്പോൾ അന്നേരം നമ്മൾ പച്ചക്കറി കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചോറൊക്കെ വെക്കാനായിട്ട് പോകുമ്പോൾ കുറേ ടൈം നമുക്ക് പോവില്ലേ. അന്നേരം നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും. ഇതെനിക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ അടുത്ത ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു മലപ്പുറംകാർ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവിടുത്തെ താത്ത അന്ന് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അവരുടെ വീടുകളിലൊക്കെ ആരെങ്കിലും പെട്ടെന്ന് വരുമെന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് അവധിയാണല്ലോ, ഇന്ന് ഇതാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 2 ഗ്ലാസ് കൈമ റൈസ്, അതായത് ജീരകശാല അരി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. സോക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനായിട്ട് ഇത് വെക്കണം. 15 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കുക്കർ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു 15 മിനിറ്റ് നേരം ഇതിവിടെ ഇരിക്കട്ടെ. അതിനായിട്ട് ആദ്യം നമ്മൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നെയ്യിട്ട് കൊടുക്കുക. നെയ്യ് ഒരു 2 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 കഷ്ണം കറുവപ്പട്ട, 2 ബേ ലീഫ്, അത് ഒരു ബേ ലീഫ് കട്ട് ചെയ്തതാണ്, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരുപാട് നമ്മൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ക്യാരറ്റ് നമ്മളിവിടെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചതുകൊണ്ട് അതൊരു അരമുറി ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഓവറായിട്ടൊന്നും വേണ്ട. ഓവറായിട്ട് അതിൻ്റെ ആ നെയ്ച്ചോറിൻ്റെ ആ ഒരു ഇതൊന്നും. പിന്നെ ഒരു സവാള, ഒരു ചെറിയ സവാള, നമ്മളിപ്പോൾ ഈ സവാളയും ക്യാരറ്റും ഇട്ടില്ലേ, അപ്പോൾ ഈ സവാളയും ക്യാരറ്റും ഇട്ടതിനകത്തേക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഇടാൻ പറ്റും, അണ്ടിപ്പരിപ്പും ഇടാൻ പറ്റും. ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ വേവിക്കാം. പക്ഷേ ഞാനത് ഗാർണിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വിതറാമെന്നാണ് വിചാരിക്കുന്നത്. അവർ ഇതിനകത്ത് തന്നെ ഇട്ട് കുക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതിനുവേണ്ടി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2 ഗ്ലാസ് അരിയാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. അത് സോക്ക് ചെയ്ത് അത് കുതിരാനായിട്ട് ഇട്ടേക്കുമായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കഴുകി വാരി സ്റ്റെയിനറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് ഒന്ന് വെള്ളം പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിക്ക്, കുക്കറിലായതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെക്കണം. അതല്ല നമ്മൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇത് കുക്കറിലായതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പം നമുക്ക് മൊത്തം 3 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിക്കേണ്ടത്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 പുതിനയില,
ഇത് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ മാത്രം ഇട്ടാൽ മതി. കുറച്ച് മല്ലിയില ഇത്ര ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഈ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന റൈസ് ഇതേ എല്ലാം സ്ട്രെയിനറിലൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ ഇതെല്ലാം വെള്ളമെല്ലാം വന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അന്നേരം ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇതിനി നമുക്ക് വറ്റി തന്നെ കിട്ടുന്നത് കൊണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അടച്ച് വെക്കാൻ. പിന്നെ റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റത്തില്ല. ചേർത്താൽ അത് കറക്റ്റ് ആവത്തില്ല. നമുക്ക് അടച്ച് വെക്കുക. ഇത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ പിന്നെ ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ തന്നെ സ്റ്റീം കളയരുത്. അത് തന്നെ തുറക്കാൻ പാകത്തിനാകുമ്പോൾ നമ്മൾ ഓപ്പണാക്കി ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് വെള്ളം വറ്റി നല്ല നെയ്ച്ചോറ് റെഡി ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. ഇത് തീരുന്നിടം വരെ നോക്കാം. നമുക്ക് നെയ്ച്ചോറ് റെഡി ആയോ എന്ന് നോക്കാം. ആഹാ, കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതെന്തോ നോക്കട്ടെ. കറക്റ്റ് വേവ്. ഓക്കെ, ഇത്രയും നേരത്തിനുള്ളിൽ നമുക്ക് നെയ്ച്ചോറ് റെഡിയായി. ഇനി വെറുതെ വെച്ച് പാത്രത്തിനകത്തൊക്കെ വെച്ച് വേവിച്ചെടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിലുണ്ടാക്കിയ നെയ്ച്ചോറ് റെഡി. ഗീ റൈസ് റെഡി ആയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഞങ്ങളിന്ന് ചിക്കൻ ലെഗ് ആണ് കറി വെച്ചിരിക്കുന്നത്. അപ്പം ചിക്കൻ ലെഗും ഗീ റൈസും പിന്നെ നമ്മുടെ സാലഡും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക്. അതുപോലെ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് നമുക്ക് അന്നേരം കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കാനില്ല. ഇന്ന് എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനുള്ള ദിവസം നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം മറന്നുപോയി പറയാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും കൂടെ മാത്രം അരച്ച്, തേങ്ങ അരയ്ക്കാതെ അരച്ചിട്ട് അതിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു ചമ്മന്തി. അപ്പോൾ അത് ഇപ്പം നമുക്ക് പെട്ടെന്ന് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ആ ചമ്മന്തി, ഈ സാലഡും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ ചോറ് നല്ലതായിട്ട് കഴിയാം. കാരണം ഇത് നെയ്യ് ഒഴിച്ചുണ്ടാക്കുന്ന ചോറായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ആ ചമ്മന്തിയും, ഇപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും മല്ലിയിലയും പുതിനയിലയും നാരങ്ങാനീരും പച്ചമുളകും കൂടെ അരയ്ക്കുന്ന ആ ചമ്മന്തിയും ഈ സാലഡും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി നമുക്ക് ഈ ചോറ് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ബൈ.